ഇന്നെന്താണ് വീഡിയോ? ഇന്ന് എല്ലാരും ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് അല്ലേ? ഫുൾ വീഡിയോ. അപ്പൊ എല്ലാരും നമ്മളോട് ഫുൾ വീഡിയോ എന്ന് ചോദിക്കണേ. പക്ഷെ നമ്മുടെ കഥാനായകനെ കാണിക്കണ്ടേ? ഒന്ന് നോക്കി കാണിങ്ങളേ. ഐഷു അറിയാണല്ലേ, വാപ്പച്ചി താടി മീശയും കാഞ്ഞ വാപ്പച്ചിക്ക് ചുണ്ടില്ല. കാട്ടുന്ന സെയിം തന്നെ. ഞാന് അത് അങ്ങനെ എനിക്ക് ചുണ്ടൊക്കെ ഉണ്ട് കണ്ടേ. അപ്പൊ ലോങ് വീഡിയോ ചോദിച്ചവർക്ക് ഇതാ മക്കളെ നിങ്ങള് ചോദിച്ച ലോങ് വീഡിയോ. പ്രാക്ടീസ് ചെയ്യാത്ത എന്താണോ ഹോട്ടലിലുള്ളവരൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ. പാപ്പാനെ കളിയാക്കുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും. അത് കളിയാക്കിയല്ലോ പിന്നെ. അപ്പൊ അതൊക്കെ പോട്ടെ പറയ്. അപ്പൊ ഞങ്ങള് കുറച്ചു ദിവസം മുന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാക്കാറ് ഞങ്ങള് ബെറ്റ് വെച്ചിരുന്നു ഞങ്ങൾ മാമൻ ജയിക്കുന്നുള്ള ഒരു കോൺഫിഡന്റോട് കൂടിയിട്ട്. പിന്നെ ഞങ്ങള് പറഞ്ഞിരുന്നു മാമൻ പോയാലെന്താ ഭരണം ഞങ്ങളെടുത്ത. അങ്ങനെയല്ല പറഞ്ഞേ. ഞാൻ ഇതെന്താ സംഭവം എന്നറിയോ, നമ്മള് ന്യായീകരിക്കാനും അതിനെ ഇതാക്കാനൊന്നുമില്ല. തോറ്റി തുന്നം പറയും എന്ത് ചെയ്യുന്നു. നല്ല തോൽവി, ചെറിയ തോൽവി എന്നല്ല. അങ്ങനല്ല. ഫസ്റ്റ് നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കല്ലേ ശോഭി. നമ്മള് ഫസ്റ്റ് ഇങ്ങനെ ഓട്ടുമ്പോ ആദ്യം LDF 57 ഇവര് 30. അപ്പൊ വാപ്പച്ചിക്ക് നല്ല ചിരി. അങ്ങനല്ല വാപ്പച്ചറ അപ്പൊ ഞാൻ എന്തായാലും വെട്ടേണ്ടി വരില്ല വണ്ടിന്ന് പറയാ. ഞങ്ങള് കോഴിക്കോട്ട് നിന്ന് തന്നെ വഴിയിലാട്ടത് കണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞോണ്ടല്ല. പക്ഷെ ഇതെന്താ നമ്മളും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയാണ് ഈ സാധനം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു ഇമ്മാതിരി തോൽവി ചിലപ്പം പക്ഷെ ഇമ്മാതിരി ഒരു തോൽവി അത് നമ്മളും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടുണ്ടവർക്ക് തെറ്റ് വെച്ചത്ര. ഇനി വാപ്പച്ചി നമ്മളോട് അങ്ങനെ പറയട്ടാ. എന്തായാലും വാപ്പച്ചി ഇട്ട് പൊട്ടി. അങ്ങനല്ല അല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ ഞങ്ങളോടാണ് ഭരണം പോയാലും മാമനെടുക്കും. കേട്ടല്ല മാമനെടുത്താ മതി ഞങ്ങൾ അത് തകർക്കും. അല്ല മാമനവിടെ മാമ മുങ്ങി. മാമ വേണമെങ്കിൽ അന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും മക്കളെ. ഒരു പരിപാടി കൂടെ പട്ടാമ്പി മോസിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആണ്ട് പോട്ടെ പട്ടാമ്പിക്ക്. അപ്പൊ ഞങ്ങൾ ഇന്ന് പരിപാടിക്ക് പോവാണ്. തിരൂരില് കിട്ടും. നിങ്ങള് നോയിക്കോളി. ഇന്റെ ഇതൊന്നും വെട്ടണക്ക് തിരൂരില് കിട്ടും. തിരൂര് അപ്പൊ പോയിട്ടാ. അങ്ങനല്ല. അപ്പൊ നിങ്ങള് ശരിക്കും ചാർജ് ആക്കിയില്ലേ? ഇവര് ചെയ്ത് പറയുന്നറിയോ, ഞാൻ വരുന്നതിന് മുമ്പ് കോഴിക്കോട്ടേക്ക് ഞങ്ങള് രാവിലെ ഒരു എയർപോർട്ടിൽ നിന്ന് ഞാൻ ഫാമിലിയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. അപ്പൊ അവരെ കൊണ്ടാണ്ടി പോണേ മുമ്പ് രാവിലെ തന്നെ പോണതിന്റെ മുമ്പ് ഡ്രിമ്മറൊക്കെ ചാർജ് വെച്ചിട്ട് പോയിക്കണ്. എനിക്കത് ഓർമ്മയില്ല. എനിക്കത് അറിയില്ല. ഞാൻ വന്നപ്പോ ഉണ്ട് ഡ്രിമ്മറൊക്കെ ചാർജ് എന്നൊക്കെ ചോദിച്ചു. ഇതെന്താണ് ഈ ചാർജ്? പിന്നെ ഇതിപ്പോ തുടങ്ങിയല്ലേ പരിപാടി എന്നും പറഞ്ഞിട്ട് എന്നെ ഇരുത്തി കൊണ്ടുപോയിട്ട് എന്റെ താടി. പക്ഷെ ഗൈസ് ഞാൻ നല്ല ലുക്കില്ലേ. ഇപ്പോഴല്ല ശരിക്കും അജു ആയത്. കൊറേ ആൾക്കാർ പറഞ്ഞ അജു വർഗീസിന്റെ പോലെ ഉണ്ട്, കൊറേ ആൾക്കാർ ദിലീപിനെ പോലെ ഉണ്ട്. കൊറേ ആൾക്കാർ പാപ്പിക്ക് മേലത്തെ ചുണ്ട് കുറവ്. പക്ഷെ മീശ ഉണ്ടാവും പറയില്ലല്ലേ. സഞ്ജു ടക്കിനെ പോലെ ഉണ്ട്. ആരാ സഞ്ജു ടക്ക്? ഇവനല്ലേ സഞ്ജു? സഞ്ജു ടക്കി ഒരു വണ്ടിയുടെ ലൈസൻസ് കട്ടാക്കിയോനാ. ആ ശരിയാണ്. ഓനെങ്ങനെയാണ്? ഇനിയിപ്പോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ഇവിടെ ഒരു ലീഗുകാരനും
ഇവിടെ ഒരു മാർക്സിസ്റ്റ് ആയിരുന്നു. അന്നെ ഞാൻ ലീഗ് ആക്കൂലട്ടോ, അന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആക്കും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പണ്ട് എങ്ങനെ അതേമാതിരി അന്നെ ഞാൻ ഇപ്പൊ കേട്ട് കുട്ടിക്ക് ഇഷ്ടാവണില്ലേട്ടാ. നിങ്ങൾ എന്തൊക്കെ കളിയാക്കിയാലും ആരൊക്കെ കളിയാക്കിയാലും തോൽവി തന്നെയാണ്. തോൽവി തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ എന്താ പറയാ, ഇങ്ങനെ പൊട്ടി ഞങ്ങൾക്കൊരു രീതി ഉണ്ട്. എത്രപോലെ ബിരിയാണി വെച്ച് കൊടുത്തിരിക്കണം. ബിരിയാണി ആരും ചേച്ചിരല്ലേ. ആകെ 35 സീറ്റല്ലേ കിട്ടിയത് CPM-ന്. 99 സീറ്റ് 35 സീറ്റ്. ആൾക്കാർക്ക് ഭരണം അടുത്തിട്ടുണ്ടാവും മക്കളെ. ഭരണം അടുത്തിട്ടല്ല, 10 കൊല്ലം ഭരിച്ചാൽ ആരായാലും 10 കൊല്ലം ഭരിച്ചാല് ആർക്കാലും മടുക്കുന്നു. എന്താ അപ്പച്ചേ നിങ്ങളൊരു താപസിന് പറയണേ എന്താ 10 കൊല്ലം ഭരിച്ച ആരാലും മടുക്കും. പക്ഷെ നിങ്ങൾ ഇഞ്ഞ കണ്ടോളി, ഞങ്ങളെ ഭരണം അതാണ് മുത്തേ ഭരണം. ഇനിയിപ്പോ ബസ്സിലൊന്നും സ്ഥലം ഉണ്ടാവില്ല, KSRTC ബസ്സിലൊന്നും സ്ഥലം ഉണ്ടാവില്ല. ആര് പറഞ്ഞേ? കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും ടൂറ്. എല്ലാ പെണ്ണുങ്ങളും പോകും. അങ്ങനെ പോകാൻ പറ്റിയില്ല. നിങ്ങളെ കൊടുത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല? അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ ആരും ഓട്ടം കഴിഞ്ഞേ അതൊക്കെ വരും. പാർട്ടി ഇതിന്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിനെ തിരുത്താൻ നേതാക്കന്മാരുണ്ട്. നേതാക്കന്മാരാരാ തിരുത്തുക? നേതാക്കന്മാരാര് തിരുത്തും? ജനങ്ങൾ അണികൾ നിർത്തും. അതാണ് നേതാക്കന്മാർക്ക് തെറ്റുപറ്റൽ, അണികൾ നിർത്തും. അതാണ് ഇപ്പത്തെ ഇലക്ഷനിൽ ഉണ്ടായത്. എല്ലാത്തിനും തെറ്റുപറ്റിയെന്നാ? അങ്ങനല്ല, ഞാൻ അതിന്റെ സത്യസന്ധമായ നമ്മുടെ നേതാക്കന്മാര് 10 വർഷം ഭരിച്ചപ്പോ കുറെ ആൾക്കാർ കുറച്ച് അഹങ്കാരൊക്കെ വരും. അല്ല സത്യം പറഞ്ഞ നിങ്ങൾക്ക് ഞങ്ങളെ ലീഗിക്ക് വരണമെന്നുണ്ട്. എല്ലടി ഞങ്ങളുടെ പാർട്ടിയിൽ അതിന് ഞങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞതിന് പ്രശ്നമില്ല. ആയിക്കോട്ടെ. ഒരു രസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് രസം, നമുക്ക് നല്ല രസാ. ഇപ്പൊ തോറ്റപ്പോ രസം. അല്ല എന്നാലും നമ്മളിവിടെ എവിടെയും കിട്ടിയില്ലല്ലോ. നല്ല പൊട്ടിയില്ല. അപ്പൊ അവിടെ മുട്ടം പടിയിട്ടിരിക്കണ്, നല്ല പൊട്ടിക്കണ്, 8 നില പൊട്ടിക്കണ്, നന്നായുള്ളൂ. രണ്ടാളും അവിടെ കിടന്നു. പക്ഷെ എന്താ ഞാൻ പറഞ്ഞില്ല, പാർട്ടിയിലെ നേതാക്കന്മാര് എന്നും നല്ലതാണെന്നൊന്നും നമ്മൾ പറയാം. പല സമയത്തും പാർട്ടിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ല. നേതാക്കന്മാര് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാതുണ്ടോ? നേതാക്കന്മാര് നന്നായില്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ തീരുമാനം എടുക്കുന്നതാണ്. പക്ഷെ വേറെ കാര്യം പറയാം, ഇന്നലെ വരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ ഈ നേതാക്കന്മാര് പെട്ടെന്ന് നിങ്ങൾക്ക് സ്വഭാവം മാറ്റം. അത് ശരിയല്ലട്ടോ, അത് ശരിയല്ല. അപ്പൊ ഇതൊക്കെയാണ് മക്കളെ ഇവിടെ ഇലക്ഷന്റെ വിശേഷം. പിന്നെ ഞങ്ങളിന്ന് ലീഗിന്റെ പരിപാടിയാണോ കൊണ്ടുപോണത്? ആരാ? പാടിച്ചില്ല എന്നെ കളിയാക്കണേ. അതിന് നലോർച്ചാൻ പോരട്ടാ. മറ്റേ പെണ്ണുങ്ങളെ അല്ല നിങ്ങളാ മറ്റേ സാധനല്ലേ തമിഴിൽ കൊടുക്കാന് ഇപ്പൊ ഇന്നിട്ടെന്നാ ആ വിട്ടെടുക്കാം കേട്ടോ. എന്തിനാ ഷോർട്ട് വീഡിയോ ഉണ്ട് മക്കളെ, സെറ്റാണ്. നിങ്ങൾ പോയി കണ്ടോണേ, കൊറേ ചിരിക്കാനുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്തത് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതല്ല നമ്മുടെ അതേപോലെ കുറെ ആൾക്കാർ കമന്റിൽ ചോദിച്ചിരുന്നേ, പിന്നെ എങ്ങനെ ഒരു പെരയില് 2 രാഷ്ട്രീയം വന്നത്. പക്ഷെ നമ്മളിവിടെ 2 രാഷ്ട്രീയം ആണെങ്കിലും കാക്കു ഇതുവരെ എൻ്റെ അടുത്ത് ഈ ഇതിന് പോയി വോട്ട് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് തീരുമാനിക്കാൻ ഞാൻ എന്തിനു ചെയ്യണം എന്ത് ചെയ്യണം. എന്നിട്ട് അതല്ല ഇപ്രാവശ്യം പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാ കുത്തൂല ഞങ്ങൾക്ക് തന്നെ. ഞാൻ എന്റെ ലീഗിന് തിരിച്ചു കുത്തിയിട്ടുണ്ടെന്ന് തോറ്റു തന്നെ പടി വന്നീനാ. പിന്നെ നമ്മൾ ഞങ്ങൾക്ക് തന്നെ കൊടുത്ത്
വാപ്പാന്റെ ഒരു ഓട്ടം കിട്ടിയല്ലോ പിന്നെ ഇങ്ങനെ ഇപ്പൊ തുറക്കാതെ അല്ലേ പിന്നെ ഓട്ടം ഉണ്ടല്ലോ ഒരു ശരിക്ക് പറിച്ചിട്ട് ഓരോ ഓട്ടിന് പോയ പോലെ എവിടെ സീറ്റ് ഇട്ടില്ല കുറുക്കോഴി എത്ര ഓട്ടിന് മുന്നിലാ 4000 അത് ശരി എന്നിട്ടാണ് ഇന്റെ ഒരു ഓട്ട് അല്ല ഇവിടെ കോട്ടക്ക മണ്ടല്ലോ. പക്ഷെ അതല്ല ഇവിടെ ഞങ്ങള് ആരും ഇപ്പൊ ഞാൻ ഓളോട് ഇന്നത്തെ വരെ കല്യാണം കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഈ ഏതാ പാർട്ടികള് ലീഗാണ് തനി മൂലിയാണ് അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് വരെ വോട്ട് വോട്ട് ഇന്നതിന് ചെയ്യണട്ടാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് മാത്രം വോട്ട് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒന്നും ഇന്നത്തെ വരെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. ഓൾക്ക് ഓളെ ഇഷ്ടം ഓൾക്ക് വോട്ട് ചെയ്യാം. ഇവൾക്ക് ഇഷ്ടമാണ്. ഇവൾക്ക് വോട്ട് ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ ഇഷ്ടാണ്. ഇവന് ഞാൻ എന്തായാലും ലീഗാക്കും. അതെനിക്ക് വലിയ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ചോപ്പ് ഡ്രസ് മാത്രം എന്നിട്ട് ഓനെ ചോപ്പിലേക്ക് കണ്ടില്ലേ. അപ്പൊ അതും കൊടുത്തിക്കണ മാമന്. ഇവളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐശ്വര്യ ലീഗിനോടാണ് താല്പര്യം. അതൊക്കെ പിന്നെ വലുതാവുമ്പോ അവർക്ക് എന്തെങ്കിലും പിന്നെ ഓനെ മാത്രം എടുക്കണേ. ഓനെ മാത്രം എന്തിനാ കൊണ്ടുപോണേ? ഇതിന്റെ പിന്മുറക്കാരനാണ്. ചക്ക വലുതായാൽ ആദ്യം വാപ്പാന്റെ വീടെടുത്ത് കണ്ടോണ്ടി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇവളിനി ഇവളെ പ്രായക്കാവുമ്പോ ഓൾക്ക് CPM വരണമെന്നുണ്ടെങ്കിൽ വരാം, LDF വരണമെന്നുണ്ടെങ്കിൽ തോറ്റ് തൊപ്പിടിച്ച് ജയിച്ചത് കണ്ടിട്ടില്ലല്ലോ കഴിഞ്ഞ 10 വർഷം. എന്നിട്ട് 10 വർഷം നിങ്ങള് ഭരിച്ചിട്ട് നിങ്ങളെ ഭരണം നല്ലതാണെങ്കിൽ അങ്ങനല്ലാന്ന് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ 5 കൊല്ലം CPM 5 കൊല്ലം കോൺഗ്രസ് ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. കഴിഞ്ഞ കൊല്ലം ഭരണം അടിപൊളി ആയതുകൊണ്ടാണ് രണ്ടാമതും കൊടുത്തത്. മനസ്സിലായ? അപ്പൊ ആളുകൾ വിചാരിച്ചു അതൊരു കാര്യം. പിന്നെ അതുമല്ല ഇനിയിപ്പോ ഇനിയൊരു 5 കൊല്ലം കൂടി നിന്ന് കഴിഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഒറിജിനൽ സഖാക്കൾക്ക് വരെ ഇത് ഇഷ്ടപ്പെടില്ല. കാരണം ഭരണം മാറണം. ഈ CPM പ്രത്യേകം LDF പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോ CPM പാർട്ടി ഭയങ്കര സ്ട്രോങ്. നമുക്ക് ഇവിടുത്തെ ഭരണം മാറ്റണോ? ഇപ്പൊ 10-15 കൊല്ലായിട്ട് നിങ്ങളല്ലേ ഇവിടെ ഭരിക്കണേ. അതെ ഇന്നതാ ഫുള്ള് ആൾക്കാരെ മൊത്തം കുറ്റം പറഞ്ഞേ. ജനങ്ങള് എല്ലാരും കുറ്റം. പിണറായി മാമന് വരെ കുറ്റം. പിണറായിനെ നമ്മള് കുറ്റം പറഞ്ഞു. പിണറായി പിന്നെ ആരെ പടിപൊളി ഇല്ലാത്ത. അതായത് അതില് ചില നേതാക്കന്മാർ എടുക്കുന്ന തീരുമാനങ്ങളും പാർട്ടിക്ക് ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കുറെ തീരുമാനങ്ങളുണ്ട്. അത് പല പല പിന്നെ കൊറേ നിങ്ങള് ടാക്സ് കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ കുറെ കൂട്ടിയിട്ടുണ്ട്. ജനങ്ങൾ നല്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് വേറെ അതൊക്കെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അപ്പൊ ഇനിയിപ്പോ കുറെ ആൾക്കാർ പോലെ ന്യായീകരിച്ചു വരുന്നല്ല. അല്ലല്ലോ അതാണ് ഇപ്പൊ ഉണ്ടാവുന്നോട്. അതാണ് ഇപ്പൊ ഇവിടെ നടക്കണത്. അതൊന്നുമല്ല. നമ്മള് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ന്യായീകരണമൊന്നുമില്ല. പിന്നെ നമ്മളിതൊരു രാഷ്ട്രീയത്തിന്റെ വീഡിയോ വെച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ കാക്കൂനെ കാണാൻ വേണ്ടിട്ടായിരിക്കും ആൾക്കാർ ഇതിന്റെ ലോങ് വീഡിയോ തരൂന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മള് ലോങ് വീഡിയോ ഇട്ടാണ്. നമുക്കല്ലാണ്ട് രാഷ്ട്രീയം ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ കാര്യമൊന്നുമില്ല. നമ്മള് രാഷ്ട്രീയം എൻജോയ് ചെയ്യും. അത്രേ ഉള്ളൂ. രാഷ്ട്രീയം ഉണ്ട് നമുക്ക്. രാഷ്ട്രീയം ഉണ്ട്. ഇവളിപ്പോ വളർന്നു വരുന്നുണ്ട്. ഓള് ലീഗിലാണ് ഇപ്പൊ നിക്കണത്. ഓള് ഇങ്ങനെ നിക്കണത് കയ്യാലപ്പുറത്തെ തേങ്ങ മാറി. അപ്പൊ എപ്പോഴും ഇന്റെ ഭാഗത്തേക്കാണ് ഓൾക്ക് ചാട്ടം കൂടുതൽ. അപ്പൊ ഓള് ഞാൻ ചാടിക്കും. വലുതായിട്ട് ഇജ്ജ് നോക്ക ഏതിന്റെ ഐഡിയോളജിയാണ് നല്ലത്. ലീഗിന്റെ ഐഡിയോളജിയാണോ CPM ഐഡിയോളജിയാണോ നല്ലത് എന്ന് നീ സ്വയം നിനക്കൊരു തോന്നലുണ്ടാവില്ല. ആ കാലത്ത് നിനക്ക് ഏത് പാർട്ടിയാണോ ആ പാർട്ടി തെരഞ്ഞെടുക്കാം. അങ്ങനെ ചെയ്യണ്ടത്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി സഖാക്കളെ നമ്മള് തിരിച്ചു വരും. തിരിച്ചു വരണം. എങ്ങനെയാണെന്നറിയോ? ഇനിയുള്ള ഭരണം കണ്ടിട്ട് ഇതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ, ഇനി വരുന്ന 5 കൊല്ലത്തെ ഭരണം ഉണ്ടല്ലോ ഏറ്റവും മോശപ്പെട്ട ഭരണം. ടൂർ വരെ തുടങ്ങി. എന്ത് മോശപ്പെട്ട ഭരണം. ഇവിടെ പെരയിരിക്കണ പെണ്ണുങ്ങൾക്ക് ടൂർ വരെ തുടങ്ങി. അല്ലെങ്കിലോ ലീഗിനൊന്നും അതൊക്കെ സംബന്ധങ്ങൾ ഭരിക്കട്ടെ. 5 കൊല്ലം അതെ ഭരിക്കട്ടെ.
നിങ്ങള് പഠിച്ചോളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ ഇവിടെ ഭരിക്കട്ടെ. 5 കൊല്ലങ്ങൾ എന്താച്ചാ പഠിച്ചോളെ. 5 കൊല്ലത്തെ ഭരണം കൊണ്ട് ടൂറൊക്കെ എല്ലാവർക്കും ഫ്രീ കൊടുത്തോളെ. കൊടുത്തോളെ. 5 കൊല്ലത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോളെ. പിന്നെ നിങ്ങള് പെൻഷനൊക്കെ 3000 ആക്കും പറഞ്ഞ 5000 ഒക്കെ ഉണ്ടാക്കി. നമ്മളെ വില കണ്ട് അറിയിക്കും. കൊടുക്കട്ടെ. പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. വിളിക്കുമ്പോ എല്ലാരും തിരിഞ്ഞു നോക്കും. ഒരു പേരുണ്ട് വാഴത്തെ. അങ്ങനല്ല, ഇതെന്താ സംഭവം തരോ? ഓല് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്ക് സർവീസ് ബസ്സില് പിന്നെ ടൂർ പിന്നെ ഫ്രീ ആയിട്ട് KSRTC കൊടുക്കട്ടെ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അല്ല ഓളിന്റെ കാര്യം, കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് 1000 രൂപ വെച്ച് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്നവർക്ക് ഉണ്ടാണോ ചോദിച്ചോ. പിന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് 3000 രൂപ അങ്ങനെ എന്തോ 2000 ആണ്, അത് 3000. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കാണിക്ക്. അപ്പൊ നമ്മളും അടുത്ത പ്രാവശ്യം കോൺഗ്രസിന് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തോറ്റ് കാണിക്കും. അപ്പൊ എന്തായാലും വീഡിയോ അതിന്റെ പെയ്യല്ലേ. ഈ വീഡിയോ എത്രയുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ പറയണം. പിന്നെ കുറെ ആൾക്കാർ വരും ഇത് വരെങ്കിൽ ചടപ്പാണ് നിങ്ങൾ കാണണ്ടോ, സ്കിപ്പ് ചെയ്ത് പോടോ. എന്റെ താടി വീശും പോയതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല. CPM വരെ തോറ്റി. പിന്നെ ഇന്റെ 2 താടി കോട്ടപ്പുല്ല് വൈക്കോൽ കൂടെ അങ്ങനെ തുമ്മിയാതിരിക്കണം. പോട്ടെ. ബൈ 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 ബൈ.